തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണസമിതിക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി പ്രശ്നങ്ങൾ വിട്ടൊഴിയുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ ബി.ജെ.പിക്ക് അത് കനത്ത തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപക്കാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരാണ് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിൽ വാദിക്കുന്നത്. എന്തായാലും BJP ഭരണസമിതിക്ക് ഇതൊരു കനത്ത അടിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ സത്യപ്രതിജ്ഞാ വിവാദവും പിന്നീട് വിവാദ കൗൺസിലറായ സുഗതന്റെ വിഷയവുമൊക്കെ നഗരസഭയെ വല്ലാതെ പിടിച്ചു കുലുക്കിയിരുന്നു. കോർപ്പറേഷന്റെ ഭരണത്തിൽ വലിയ വീഴ്ചകളുണ്ട് എന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം കോടതി റദ്ദാക്കണമെന്നും അധികാരമില്ലാത്ത BJP കൗൺസിലർമാർ വോട്ട് ചെയ്തത് മുനിസിപ്പൽ ആക്ടിന് വിരുദ്ധമാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത്. അപ്പീലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 20 BJP കൗൺസിലർമാർക്കും നോട്ടീസ് അയച്ച കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പല ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി നേരത്തെ അസാധുവാക്കിയിരുന്നു. 4 ആഴ്ചയ്ക്കകം അംഗങ്ങൾ വീണ്ടും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ കൗൺസിൽ അംഗമെന്ന അധികാരം ഉണ്ടാകില്ല എന്നുമായിരുന്നു കോടതി നേരത്തെ ഉത്തരവിട്ടത്. ഇതിനെ തുടർന്ന് വീണ്ടും എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്ന ആവശ്യം കൂടി കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും നടപടിക്രമങ്ങൾ പുനരാരംഭിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ്. ദൃഢപ്രതിജ്ഞയോ ദൈവനാമത്തിലോ വേണം സത്യപ്രതിജ്ഞ ചെയ്യാനെന്നും ദൈവം എന്ന പദത്തിന് പഞ്ചായത്ത് രാജ്, മുനിസിപ്പൽ ചടങ്ങിൽ നിർവചനമില്ല എന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാപ്പ കേസിൽ ജയിലിലായ സുഗതന്റെയും സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയിരുന്നു. എന്തായാലും സുഗതൻ പിന്നീട് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണസമിതിക്ക് തലവേദന ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാണ്.